ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഗസയിലെ ഫലസ്തീൻ കുട്ടികൾക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ക്രൂരതകൾ സംബന്ധിച്ച ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി പുറത്തുവിട്ടിരിക്കുന്നത്. ബാല്യം പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. ദ എസൻസ് ഓഫ് ചൈൽഡ്ഹുഡ് ഹാസ് ബീൻ ഡിസ്ട്രോയിഡ് എന്നാണ് ഈ റിപ്പോർട്ടിന് അവർ നൽകിയിരിക്കുന്ന പേര്. ഒക്ടോബർ 2023 മുതൽ ഗസയിൽ തുടർന്ന ഇസ്രായേൽ സൈനിക നടപടികൾ കേവലം യുദ്ധമല്ല, മറിച്ച് കുട്ടികളെ ബോധപൂർവം ലക്ഷ്യമിട്ടുള്ള ഒരു വംശഹത്യയുടെ ഭാഗമാണെന്ന് ഈ റിപ്പോർട്ട് അക്കമിട്ട് നിരത്തുന്നു. ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ ഫലസ്തീൻ കുട്ടികളെ ഇസ്രായേൽ സൈന്യം ബോധപൂർവം കൊലപ്പെടുത്തുന്നു എന്നതാണ്. കമ്മീഷന്റെ അധ്യക്ഷനായ ശ്രീനിവാസൻ മുരളീധർ വ്യക്തമാക്കുന്നത് ഫലസ്തീൻ കുട്ടികളെ ഇസ്രായേൽ സൈനികർ മനഃപൂർവ്വം വേട്ടയാടി കൊല്ലുന്നുവെന്നാണ്. ഇതിനവർ നൽകുന്ന പ്രധാന തെളിവുകൾ താഴെ പറയുന്നവയാണ്. 1. ബോംബാക്രമണങ്ങൾ. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ വൻതോതിൽ സ്ഫോടകശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. വൻ നാശനഷ്ടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് കുട്ടികളെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ്. 2. നേരിട്ടുള്ള കൊലപാതകങ്ങൾ. യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ പോലും വെറും സാധാരണക്കാരായ കുട്ടികളെ പോലും ഇസ്രായേൽ സൈനികർ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ തെളിവുകൾ റിപ്പോർട്ടിലുണ്ട്. ഉദാഹരണത്തിന്, വീടിന് പുറത്തിറങ്ങിയ 14 വയസ്സുള്ള ഒരു ബാലനെ വെടിവെച്ച് വീഴ്ത്തുകയും അവൻ രക്തം വാർന്ന് മരിക്കുന്നതുവരെ 45 മിനിറ്റോളം സൈനികർ നോക്കി നിൽക്കുകയും ചെയ്ത സംഭവം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. 3. ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ തകർച്ച. ആശുപത്രികൾ, പ്രസവ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവ ബോധപൂർവം തകർത്തു. ഇത് കുട്ടികളുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയെ തന്നെ ഇല്ലാതാക്കി. എന്തുകൊണ്ടാണ് ഇതിനെ വംശഹത്യ എന്ന് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിക്കുന്നത്? ഒരു ജനതയുടെ ഭാവി തലമുറയെ നശിപ്പിക്കുക വഴി ആ ജനതയുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ശാരീരികമായി കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് പുറമെ അതിജീവിക്കുന്ന കുട്ടികൾ കടുത്ത മാനസിക ആഘാതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അവസ്ഥ തലമുറകളോളം നീണ്ടു നിൽക്കും. ഉപരോധത്തിലൂടെ കുട്ടികൾക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടാക്കി. പട്ടിണി മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആസൂത്രിതമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഫലസ്തീൻ എന്ന ജനതയുടെ സ്വത്വത്തെയും ഭാവി നിർണ്ണയിക്കാനുള്ള കഴിവിനെയും തകർക്കാൻ കുട്ടികളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. എല്ലാ റിപ്പോർട്ടുകളെയും പോലെ ഇത്തവണയും ഈ റിപ്പോർട്ടിനെ ഇസ്രായേൽ ശക്തമായി എതിർത്തു. ഇത് അപകീർത്തികരമായ നുണയാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത്. ഹമാസ് കുട്ടികളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്നും ഇസ്രായേൽ കുട്ടികൾക്കെതിരെ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങൾ കമ്മീഷൻ അവഗണിക്കുന്നുവെന്നാണ് അവരുടെ വാദം. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ കണ്ടെത്തലുകൾ ഫോറൻസിക് റിപ്പോർട്ടുകളെയും ദൃക്സാക്ഷി വിവരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ റിപ്പോർട്ട് വെറുമൊരു കടലാസല്ല, ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. ഗാസയിലെ ഒരു കുട്ടി പോലും സുരക്ഷിതരല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അന്വേഷണം വിളിച്ചു പറയുന്നതും അതുതന്നെയാണ്. ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായവരെ നിയമത്തിൽ കൊണ്ടുവരാൻ ഈ റിപ്പോർട്ടുകളിലെ തെളിവുകൾ സഹായമാകും. നമ്മൾ ഇന്ന് ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഗസയിൽ ഓരോ നിമിഷവും ചോര ചിന്തുന്ന കുട്ടികളെയാണ്. ബാല്യം ഇല്ലാതാക്കപ്പെട്ട ഒരു ജനതയുടെ നിലവിളിക്ക് ലോകം കാതോർക്കുമോ? ചരിത്രം ഈ ക്രൂരതകളെ എങ്ങനെ രേഖപ്പെടുത്തുമെന്ന് വരും കാലം തന്നെ തീരുമാനിക്കും.